ഷിനോ പി ജോസ് കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഷിനോ, ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കേരളത്തിലെ കോളേജ് അധ്യാപകർക്ക് നിലവിൽ 750 കോടി രൂപ വിതരണം ചെയ്തു എന്നാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞത്. ഇത് വസ്തുതാ വിരുദ്ധമെന്ന് തന്നെയാണോ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത്? താങ്കളുടെ പ്രതികരണം. ഒന്നാമത്തെ കാര്യം, ഞാൻ സിൻഡിക്കേറ്റ് അംഗമല്ല, സെനറ്റ് അംഗമാണ്. കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗമാണ്. ഒരു കറക്ഷൻ. രണ്ടാമത്തെ കാര്യം, 750 കോടി രൂപ മുഖ്യമന്ത്രി കേരളത്തിലെ കോളേജ് അധ്യാപകർക്ക് 2016 മുതൽ 2019 മാർച്ച് 31 വരെ 39 മാസത്തെ ശമ്പള പരിഷ്കരണ അരിയർ, 7ാം ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള അരിയർ ആയിട്ടുള്ള 750 കോടി രൂപ വിതരണം ചെയ്തു എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. അദ്ദേഹത്തെ ഒന്നുകിൽ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഒരു കാരണവശാലും 750 കോടി രൂപ എന്നുള്ള വാക്കേ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം 1500 കോടി രൂപയാണ് കേരളത്തിലെ കോളേജ് അധ്യാപകർക്ക് അരിയർ ശമ്പളമായിട്ട് നൽകേണ്ടത്. അത് നിർമ്മലാ സീതാരാമൻ പറഞ്ഞതുപോലെ 1500 കോടി രൂപ കേരളത്തിലെ കോളേജ് അധ്യാപകർക്ക് വിതരണം ചെയ്തതിന് ശേഷം അതിന്റെ അധിക ബാധ്യതയായ ഈ 1500 കോടിക്ക് പറയുന്ന അധിക ബാധ്യത എന്നാണ്, അതിന്റെ 50% കേന്ദ്രത്തിൽ നിന്ന് കൈപ്പറ്റുകയാണ് ചെയ്യേണ്ടത്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അതായത് ഈ മുഖ്യമന്ത്രി ഒന്നുകിൽ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി പല രീതിയിൽ ഇത്തരത്തിൽ കള്ളങ്ങൾ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബോധപൂർവം മുഖ്യമന്ത്രി തന്നെ ഇത് പറയുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി പല മാധ്യമങ്ങളോടും പറഞ്ഞ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും ഡൽഹിയിൽ നിന്നും 750 കോടി രൂപ കേരളത്തിലെ കോളേജ് അധ്യാപകർക്ക് വിതരണം ചെയ്തു എന്ന് പറയുമ്പോൾ നയാ പൈസ ഈ ഇനത്തിൽ കോളേജ് അധ്യാപകനായി എനിക്കടക്കം ലഭിച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറയുവാൻ വേണ്ടിയിട്ട് ഒരു സംശയവുമില്ല, ഞങ്ങൾ പറയാൻ വേണ്ടി തയ്യാറാണ്. ഞങ്ങൾക്ക് ആർക്കും 1 രൂപ പോലും കിട്ടിയിട്ടില്ല. കേരളത്തിലെ കോളേജ് അധ്യാപകർക്ക് അങ്ങനെ ഒരു തുക കിട്ടിയിട്ടില്ല. അങ്ങനെ വിതരണം ചെയ്യാത്ത തുക പൊതുജനങ്ങളെ, അഭ്യസ്തവിദ്യരായ പൊതുജനങ്ങളെ എന്തിന് തെറ്റിദ്ധരിപ്പിക്കണമെന്ന് മനസ്സിലാവും. മുഖ്യമന്ത്രി എന്നുള്ള പദവി, മഹത്തായ പദവിയിലിരിക്കുന്ന വ്യക്തി ഇത്തരം കാര്യങ്ങൾ പഠിക്കാതെ പറയുന്നുണ്ടെങ്കിൽ, അത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പരസ്യമായി പറയുന്നുണ്ടെങ്കിൽ അതിന് മറുപടി ഇല്ല. എന്താണ് പറയേണ്ടത്? ഈ സംസ്ഥാനത്തിലെ ഒരു മുഖ്യമന്ത്രിയല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതും ഡൽഹിയിൽ പോയി. യെസ്, വളരെയധികം നന്ദി ശ്രീ ഷിനോ പി ജോസ്, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.